നമസ്കാരം. ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ബിഗ് ബോസ് താരങ്ങളായ ആദിലയും നൂറയും ക്ഷണിച്ചു വരുത്തിയതിന് പിന്നാലെ അവർക്കെതിരെ രംഗത്ത് വന്ന മലബാർ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനും നിലവിലെ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ AK ഫൈസലിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. നിരവധി പേർ ഇതിനോടകം തന്നെ ഫൈസലിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഭവത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും ആദില നൂറയുടെ ഉറ്റ സുഹൃത്തുമായ റസ്മിൻ. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് താരം വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവുമുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടായതിൽ സങ്കടമുണ്ടെന്നാണ് റസ്മിൻ പറയുന്നത്. തൻ്റെ അടുത്ത് നിന്നാണ് ആദില നൂറയുടെ കോൺടാക്റ്റ് വാങ്ങി അവരെ കോൺടാക്റ്റ് ചെയ്തതെന്നും എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസലിക്ക് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതെന്നും റസ്മിൻ ഫേസ്ബുക്ക് ലൈവിൽ ചോദിക്കുന്നു. ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് രാവിലെ തന്നെ കണ്ടത്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. ഞാനും എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ, അതുപോലെ സീസൺ 7 ആദില നൂറയുമായിട്ടും നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഫൈസലക്കയുടെ ഗൃഹപ്രവേശനത്തിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു, ക്ഷണം അയച്ചു. ഒരുവിധം എല്ലാ മേഖലയിലുള്ളവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. നമ്മളെ കൊണ്ടു നടന്ന ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ത്രൂ ഔട്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പക്ഷേ ഇന്ന് രാവിലെ ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. അതും നമ്മൾ പോയ ഫൈസലക്കയുടെ FB പോസ്റ്റ് ആയിരുന്നു. വേറൊന്നുമല്ല, വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയില്ലേ, എന്നെയല്ല എൻ്റെ സുഹൃത്തുക്കളെയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് അറിയുമ്പോൾ ഭയങ്കര സങ്കടം. ഒരിക്കലും ഫൈസലക്കയുടെ അടുത്ത് നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് ഒരുപാട് ബഹുമാനവും ഒരുപാട് സ്നേഹവും ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഫൈസലക്ക. പക്ഷേ ഫൈസലക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി. ഫൈസലക്ക എനിക്ക് മനസ്സിലാകുന്നില്ല. ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അവർ ഈ പൊസിഷൻ വരെ എത്തിയത്. നിങ്ങളാണ് അവരെ ക്ഷണിച്ചത്. എൻ്റെ അടുത്ത് നിന്നാണ് അവരുടെ കോൺടാക്ട് നമ്പർ വാങ്ങി അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് വന്നതും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസലക്ക ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത്? അതായത് സമൂഹത്തിൽ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു, പിന്നെ അവർ എന്താ ചെയ്യേണ്ടത്? വീട്ടുകാർ അംഗീകരിച്ചില്ല എന്നും പറഞ്ഞ് അവർ പോയി മരിക്കണോ? സ്വന്തം മക്കളെ കൊല്ലാൻ പോലും മടിക്കാത്ത വീട്ടുകാരാണ് അവരുടേത്. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യമില്ലാത്ത കല്യാണവും കഴിച്ച് രണ്ടുപേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ? എനിക്കത് മനസ്സിലാകുന്നില്ല. ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഫൈസലക്കയുടെ അടുത്ത് നിന്ന് ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നുമില്ല. ഇനി നിങ്ങളെ തിരുത്താനോ പറഞ്ഞു മനസ്സിലാക്കാനോ ഞാൻ ആളല്ല. പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത് അത്രയും പറയാനുള്ളൂ എന്നുമാണ് റസ്മിൻ ലൈവിലൂടെ പറഞ്ഞത്. അതേസമയം വിവാദത്തിൽ ഇരുവരെയും പിന്തുണച്ച് AK ഫൈസലിനെ വിമർശിച്ചും നടി സ്നേഹ ശ്രീകുമാറും രംഗത്ത് വന്നിരുന്നു. പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല മനുഷ്യത്വം. രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നിവാസം എഴുതി വിടുന്നതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു സ്നേഹ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം പോസ്റ്റ് വിവാദമായതോടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാദ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ക്വീർ കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കുന്നതാണ് പോസ്റ്റ് എന്ന വിധത്തിലാണ് ഉയരുന്ന വിമർശനം. എന്നാൽ വിവാദ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ക്വീർ കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കുന്നതാണ് പോസ്റ്റ് എന്ന വിധത്തിലാണ് വിമർശനം. മലബാർ ഗ്രൂപ്പ് സഹസ്ഥാപകന്റെ വീടിന്റെ പാലുകാച്ചലിന് അതിഥികളെ ക്ഷണിച്ചത് PR ഏജൻസി വഴിയാണെന്നാണ് സൂചനകൾ. കഴിഞ്ഞ ആഴ്ച വളരെ ആഘോഷപൂർവ്വമാണ് ചടങ്ങുകൾ നടന്നത്. മലയാള സിനിമയിലെയും ടെലിവിഷൻ രംഗത്തെയും സോഷ്യൽ മീഡിയയിലെയും അടക്കം സമൂഹത്തിലെ മിക്ക സെലിബ്രിറ്റികളെയും ക്ഷണിച്ചുകൊണ്ടാണ് പാലുകാച്ചൽ ചടങ്ങ് നടന്നത്.